ഇന്ന് നമുക്ക് എക്സലിൽ ഡാറ്റ വാലിഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡാറ്റ വാലിഡേഷൻ്റെ എല്ലാ ഓപ്ഷൻസും വിശദമായി പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കലായി നമുക്കിതെങ്ങനെ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ്. ഒരു ഡാറ്റയിൽ പർട്ടിക്കുലർ സെല്ലിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ID നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ പേര്, ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. അത് പെർഫോമൻസിൻ്റെ ബേസിൽ ഗ്രേഡ് A, B, C, D, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അഡ്മിൻ, അക്കൗണ്ട്സ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം. ഇത് മാത്രമേ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കഴ്സർ ഗ്രേഡിൽ അവിടെ വയ്ക്കുന്നു. അതിനുശേഷം മുകളിൽ ഡാറ്റയിൽ പോകുന്നു. ഡാറ്റ മെനുവിൽ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ലിസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. ലിസ്റ്റിൽ നമുക്ക് A, B, C, D എന്ന് കൊടുക്കാം. അതായത് 3 ഗ്രേഡുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു കോംബോ ബോക്സ് വന്നിട്ടുണ്ടാവും. ഇതിൽ ഈ 4 ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്ത് കൊടുത്താലും അവിടെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇനി നമ്മൾ ആദ്യം ചെയ്ത ഒന്നാമത്തെ സെല്ലിൽ നിന്നും Ctrl+C പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് അത് കോപ്പി ചെയ്യാം. Ctrl+C, Ctrl+V എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ എല്ലാ സെല്ലുകളിലും നമുക്ക് ആ കോംബോ ഓപ്ഷൻ കിട്ടുന്നതാണ്. അതായത് അവിടെ ഈ 4 ഓപ്ഷൻ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ: A, B, C, D. ഇതല്ലാതെ നമുക്ക് വേറൊരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കില്ല, ഡിനൈ ചെയ്യും. അതുപോലെ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഒന്നാമത്തെ കഴ്സർ വയ്ക്കുക, മുകളിൽ ഡാറ്റയിൽ പോവുക, ഡാറ്റ വാലിഡേഷൻ എടുക്കുക, ലിസ്റ്റ് എടുക്കുക, അവിടെ 4 ഡിപ്പാർട്ട്മെൻറ്റ് കോമയിട്ട് കൊടുക്കുക. അതിനുശേഷം അത് Ctrl+C അടിച്ച് ബാക്കിയുള്ള ഭാഗത്തേക്ക് കൂടി കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ നമ്മൾ ഏതെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫംഗ്ഷനാണ്. കാരണം നമുക്ക് വലിയൊരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള റിപ്പോർട്ടുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതും പ്രൊട്ടക്ഷനും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലി റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഡെയിലി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വീക്ക്ലി റിപ്പോർട്ടിൽ മാനിപ്പുലേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവാതെ ശ്രമിക്കാൻ പറ്റും.